ക്രെഡിറ്റ് കാർഡുകൾ കൊണ്ട് ഗുണങ്ങളുമുണ്ട് ദോഷങ്ങളുമുണ്ട്. നമ്മൾ എങ്ങനെ അത് ഉപയോഗിക്കുന്നു എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇത് ഗുണങ്ങളും ദോഷങ്ങളും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഗുണങ്ങളെക്കാൾ വലുതാണ് അതുകൊണ്ടുണ്ടാകുന്ന ദോഷങ്ങൾ. നമുക്ക് ക്രെഡിറ്റ് കാർഡ് കൊണ്ടുള്ള ഗുണങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു എമർജൻസി ഫണ്ടായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. നമുക്ക് എമർജൻസി സിറ്റുവേഷൻസിൽ ആരുടെയും മുന്നിൽ നമുക്ക് കടം ചോദിക്കേണ്ട ആവശ്യമില്ല. ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്യാം. നമുക്കൊരു നമ്മുടെ ബില്ലിംഗ് സൈക്കിൾ അനുസരിച്ച് ഒരു തിരിച്ചടക്കാനായിട്ട് ഒരു സാവധാനം നമുക്ക് കിട്ടുകയും ചെയ്യും. ഡിപ്പെൻസ് ഓൺ ബില്ലിംഗ് സൈക്കിൾ, അത് നിങ്ങൾ ഓർക്കുക. പിന്നെ നമുക്ക് കിട്ടുന്ന മറ്റൊരു ബെനിഫിറ്റാണ് നമുക്ക് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നതിലൂടെ നല്ലൊരു ക്രെഡിറ്റ് ഹിസ്റ്ററി നമുക്ക് ബിൽഡ് ചെയ്ത് നല്ലൊരു ക്രെഡിറ്റ് സ്കോർ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ വരുന്ന മറ്റൊരു ബെനിഫിറ്റാണ് നമുക്ക് റിവാർഡ് പോയിൻറ്റും അതുപോലെ തന്നെ മറ്റു ഓഫേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് അങ്ങനെ നല്ലൊരു തുക സേവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതൊക്കെയാണ് നമുക്ക് കിട്ടുന്ന പ്രധാനപ്പെട്ട ഗുണങ്ങൾ. ഇത് കൂടാതെയുള്ള ക്രെഡിറ്റ് കാർഡ് കൊണ്ടുള്ള മറ്റു ഗുണങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്നാൽ എല്ലാവർക്കും ക്രെഡിറ്റ് കാർഡ് കൊണ്ട് ഗുണമല്ല ഉണ്ടാവുന്നത്. ഇപ്പോൾ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ക്രെഡിറ്റ് കാർഡ് കൊണ്ട് ഗുണം ഉണ്ടാവുന്നവർ വളരെ ചുരുക്കം ആളുകളാണ്. കൂടുതൽ ആളുകൾക്കും ക്രെഡിറ്റ് കാർഡ് കൊണ്ട് ദോഷമാണ് ഉണ്ടായിട്ടുള്ളത്. അതിപ്പോൾ നിലവിലില്ലെങ്കിലും ഫ്യൂച്ചറിൽ ഉപയോഗിച്ച് അവർക്ക് ആ ക്രെഡിറ്റ് കാർഡ് ഒരു ബാധ്യതയായിട്ട് മാറുന്ന ഒരു സിറ്റുവേഷനാണ് കണ്ടുവരുന്നത്. ഇപ്പോൾ വേൾഡിൽ നോക്കിക്കഴിഞ്ഞാൽ പല രാജ്യങ്ങളിലും ക്രെഡിറ്റ് കാർഡ് കൊണ്ടുള്ള കടം എന്ന് പറയുന്നത് വളരെ വലുതാണ്. US-ലാണെങ്കിലും സൗത്ത് കൊറിയയിലാണെങ്കിലും എല്ലാം തന്നെ യങ്സ്റ്റേഴ്സ്, മില്ലേനിയൽസ് ആണ് ഈ ഒരു ക്രെഡിറ്റ് കാർഡ് ഡെറ്റിൽ പോയി പെട്ടിരിക്കുന്നത്. ക്രെഡിറ്റ് കാർഡ് ഡെറ്റ് ഇങ്ങനെ കുതിച്ചുയരുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ നമുക്ക് വേൾഡിൽ കാണുവാനായിട്ട് സാധിക്കും. ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ത്യയിൽ വളരെ ചുരുക്കം നാളുകളെ ആയിട്ടുള്ളൂ എല്ലാവരിലേക്കും ക്രെഡിറ്റ് കാർഡൊക്കെ എത്തി തുടങ്ങിയിട്ട്. ഏകദേശം ഒരു 2018 ശേഷം, പിന്നെ കോവിഡ് വന്നതിന് ശേഷം ആ സമയത്തൊക്കെയാണ് ഇന്ത്യയിൽ കൂടുതലായിട്ടും ക്രെഡിറ്റ് കാർഡുകളൊക്കെ കൂടുതൽ ആളുകളിലേക്ക് എത്തി തുടങ്ങിയിട്ട്. ഇപ്പോൾ ഇന്നിപ്പോൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് വന്നിട്ട് റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിൽ ടോട്ടൽ ക്രെഡിറ്റ് കാർഡുകളുടെ എണ്ണം 10 കോടിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. 2023 ഡിസംബർ വരെയുള്ള RBI റിപ്പോർട്ട് അനുസരിച്ച് ടോട്ടൽ ഔട്ട്സ്റ്റാൻഡിങ് ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് 97.9 മില്യൺ ആണ്. അതുപോലെ തന്നെ ഈ ഒരു 10 കോടിയിൽ 2 കോടി ക്രെഡിറ്റ് കാർഡുകളും ഇഷ്യൂ ചെയ്തിരിക്കുന്നത് HDFC ബാങ്കാണ്. 2 കോടി ക്രെഡിറ്റ് കാർഡുകൾ ഇഷ്യൂ ചെയ്യുന്ന ആദ്യത്തെ ബാങ്കാണ് HDFC ബാങ്ക്. ഇപ്പോൾ ബാങ്കുകളിലേക്ക് ക്വാർട്ടർലി വൈസ് റിസൾട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് ക്രെഡിറ്റ് കാർഡ് വഴിയുള്ള അവരുടെ വരുമാനം ഓരോ ക്വാർട്ടറിലും വർദ്ധിച്ചു വരുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. നമ്മൾ ഡ്യൂ വരുത്തിയാലൊക്കെയാണ് ഈ ഒരു ബാങ്കുകൾക്കും അല്ലെങ്കിൽ കാർഡ് കമ്പനിയാണെങ്കിൽ കാർഡ് കമ്പനിക്കും നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാനായിട്ട് സാധിക്കും. കാരണം ക്രെഡിറ്റ് കാർഡുകളുടെ പലിശ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഫൈനാൻഷ്യൽ സെക്ടറിലെ ഏറ്റവും ഉയർന്ന പലിശയുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് ഈ ഒരു ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത്. ക്രെഡിറ്റ് കാർഡുകളിലേക്ക് ആനുവൽ ഇൻട്രസ്റ്റ് 40% മുകളിലാണ്. ഇതുകൂടാതെ കുറേയധികം ഫൈനാൻസ് ചാർജുകളും ക്രെഡിറ്റ് കാർഡുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. മുൻപൊക്കെ എല്ലാവർക്കും ഈ ഒരു ക്രെഡിറ്റ് കാർഡ് ആക്സസബിൾ അല്ലായിരുന്നു. നമ്മൾ ഇൻകം പ്രൂഫൊക്കെ സബ്മിറ്റ് ചെയ്ത് നമ്മൾ എലിജിബിൾ ആണെങ്കിൽ മാത്രമായിരുന്നു ക്രെഡിറ്റ് കാർഡുകൾ നമുക്ക് കിട്ടിയിരുന്നത്. എന്നാൽ ഇന്നത്തെ സ്ഥിതി അങ്ങനെയല്ല. ഇന്നിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ പ്രീ അപ്രൂവ്ഡ് ആയിട്ട് പല പ്ലാറ്റ്ഫോമുകൾ വഴിയും ഈ കാർഡുകളൊക്കെ 18 വയസ്സിന് മുകളിലുള്ള ജോലി പോലും ഇല്ലാത്തവർക്ക് കിട്ടുന്നുണ്ട്. അതൊക്കെ ഫ്യൂച്ചറിൽ മുന്നോട്ട് പോകും തോറും അവരുടെ ലൈഫിൽ വളരെ വലിയൊരു ഇമ്പാക്റ്റ് ആയിരിക്കും ഉണ്ടാക്കുക. അവരുടെ ഒരു പേഴ്സണൽ സ്പെൻഡിങ് ഹാബിറ്റിലും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വളരെ വലിയൊരു ദോഷകരമായിട്ട് അത് ബാധിക്കുകയായിരിക്കും ചെയ്യുക. പിന്നെ ഇപ്പോൾ കണ്ടുവരുന്ന ഒരു സ്ഥിതിയാണ് ക്രെഡിറ്റ് കാർഡുകൾ അടിച്ചേൽപ്പിക്കുന്ന ഒരു സ്ഥിതി. ഒന്നാമത്തെ ഒരു വഴിയെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ അറിയാം, നമുക്ക് ഡെയിലി കോൾ ബാക്കും കാര്യങ്ങളൊക്കെ വരും നോർത്ത് സൈഡിൽ നിന്ന്. ഇപ്പോൾ അതുകൂടാതെ മലയാളത്തിലൊക്കെ നമുക്ക് കോൾ ബാക്കും കാര്യങ്ങളൊക്കെ വരും. പ്രീ അപ്രൂവ്ഡ് ക്രെഡിറ്റ് കാർഡ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ജസ്റ്റ് ഒന്ന് യെസ് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അവർ നമ്മളുടെ എലിജിബിലിറ്റിയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് കാർഡ് അയക്കും. പലപ്പോഴും നമ്മൾ വിളിച്ചിട്ട് ലൈഫ് ടൈം ഫ്രീ ആണ് എന്നൊക്കെ പറയും. പക്ഷേ കാർഡ് വരുമ്പോഴായിരിക്കും ലൈഫ് ടൈം ഫ്രീ ഒന്നുമല്ല, ചാർജുള്ള കാർഡാണെന്നൊക്കെ അറിയുന്നത്. നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല. കംപ്ലയിൻ്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ എപ്പോൾ അതിനൊരു സൊല്യൂഷൻ കിട്ടാനാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പല അബദ്ധങ്ങളും സംഭവിക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ബാങ്കുകളിലേക്ക് പോകുവാൻ നേരത്ത് കൂടുതലും മുതിർന്ന പൗരന്മാരാണ് ഇത്തരത്തിലുള്ള ഒരു അവസ്ഥ നേരിടേണ്ടി വരുന്നത്. ബാങ്കിൽ പോകുവാൻ നേരത്ത് അവരുടെ സ്റ്റാഫ് ചിലപ്പോൾ ടാർഗറ്റ് അച്ചീവ് ചെയ്യാനായിരിക്കാം, ഇല്ലെങ്കിൽ എന്തെങ്കിലും ഇൻസെൻറ്റീവ് കിട്ടാനൊക്കെ ആയിരിക്കാം. ഒരു ക്രെഡിറ്റ് കാർഡ് ഉണ്ട്, എടുക്കട്ടെ, അത് ഉപയോഗിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ജസ്റ്റ് വെച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് കാർഡ് അടിച്ചേൽപ്പിക്കുന്ന ഒരു സ്ഥിതി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെ കുറേ പേര് നമുക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ട്, പേഴ്സണലായിട്ട് മെസ്സേജ് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെ ബാങ്കിൽ ചെന്നപ്പോൾ കാർഡ് ഉണ്ടെന്ന് പറഞ്ഞ് തന്നെയാണ്, എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്നൊക്കെയാണ് പലരും മെസ്സേജ് അയക്കുന്നത്. സോ ക്രെഡിറ്റ് കാർഡ് എന്താണെന്ന് പോലും അറിയാത്തവരുടെ മേലിലാണ് ക്രെഡിറ്റ് കാർഡുകൾ അടിച്ചേൽപ്പിക്കുന്ന ഒരു സ്ഥിതി ഇപ്പോൾ കണ്ടുവരുന്നത്. പിന്നെ മറ്റൊരു കാറ്റഗറിയാണ് കോ ബ്രാൻഡഡ് ക്രെഡിറ്റ് കാർഡുകൾ. ഇപ്പോൾ എയർടെൽ ആക്സിസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡ്, പിന്നെ ഫ്ലിപ്കാർട്ട് ആക്സിസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡ്, ആമസോൺ ICICI കാർഡ്, ഇങ്ങനെ പല ബ്രാൻഡുകളുമായിട്ട് ടൈപ്പായിട്ട് കോ ബ്രാൻഡഡ് കാർഡുകളുണ്ട്. അപ്പോൾ ഈ ബ്രാൻഡുകൾ വഴിയൊക്കെ അഡ്വർടൈസ്മെൻറ്റൊക്കെ നമ്മളിപ്പോൾ ഗൂഗിൾ പേയിൽ കയറുമ്പോൾ അവിടെ ക്രെഡിറ്റ് കാർഡിൻ്റെ പരസ്യം, അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ അല്ലെങ്കിൽ ആമസോണിലൊക്കെ കയറുമ്പോൾ അവിടെ വലിയൊരു ബാനർ രൂപത്തിൽ പരസ്യമൊക്കെ കാണും. അപ്പോൾ ഈ പരസ്യം കണ്ട് ആളുകൾ കാർഡിന് വേണ്ടി അപ്ലൈ ചെയ്യും. പലപ്പോഴും പ്രീ അപ്രൂവ്ഡ് ആയിട്ട് കാർഡ് ഓഫറൊക്കെ വരും, ഇൻകം പ്രൂഫൊന്നും വേണ്ടി വരില്ല. അപ്പോൾ ഈ രീതിയിലും 18 വയസ്സിന് മുകളിലുള്ള ജോലിയൊന്നും ഇല്ലാത്ത സ്റ്റുഡൻസിന് വരെ ഇത്തരത്തിലുള്ള കാർഡുകൾ കിട്ടുന്നു. ഇതുമൂലം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഡെറ്റിലേക്ക് പോയി പെടുന്നത്, അതുപോലെ തന്നെ ഇങ്ങനെ ക്രെഡിറ്റ് കാർഡൊക്കെ ഉപയോഗിച്ച് ലൈഫിൽ ഓവർ സ്പെൻഡിങ് ഹാബിറ്റ് ഉണ്ടാവുന്നത്, അതുപോലെ തന്നെ കയ്യിൽ പണമൊന്നും സേവ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, അങ്ങനെ ഫ്യൂച്ചറിൽ മുന്നോട്ട് പോകും തോറും വലിയൊരു പ്രശ്നം തന്നെ ഇത്തരത്തിലുള്ള ആളുകൾ നേരിടേണ്ടി വന്നേക്കാം. എല്ലാവരും അല്ല, വളരെ ചുരുക്കം ആളുകൾ ഇത്തരത്തിലുള്ള ക്രെഡിറ്റ് കാർഡൊക്കെ എടുത്തിട്ട് നല്ല രീതിയിൽ ഉപയോഗിച്ച് അത് മനസ്സിലാക്കി അതിൻ്റെ ബെനിഫിറ്റ്
യൂട്ടിലൈസ് ചെയ്യുന്നവരുണ്ടെങ്കിലും ഭൂരിഭാഗം ആളുകളും ഇത് തെറ്റായിട്ട് ഉപയോഗിച്ച് അതുമൂലം ഫ്യൂച്ചറിൽ മുന്നോട്ട് പോകും തോറും ഒരു പ്രശ്നത്തിൽ പോയി പെടാനുള്ള ഒരു സാധ്യതയാണ് കണ്ടുവരുന്നത്. ക്രെഡിറ്റ് കാർഡ് കൊണ്ടുള്ള ദോഷങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു ദോഷമാണ് അതിൻ്റെ ചാർജ് എന്ന് പറയുന്നത്. അതിൻ്റെ പലിശ, മറ്റു ഫൈനാൻസ് ചാർജുകൾ. ക്രെഡിറ്റ് കാർഡിൻ്റെയൊക്കെ ഇൻട്രസ്റ്റ് റേറ്റ് ആനുവലി 40% മുകളിലാണ്. പല കാര്യങ്ങൾക്ക് 44-48% വാർഷിക പലിശ വരുന്നത്. സോ ഡ്യൂ വന്നു കഴിഞ്ഞാൽ നമുക്കത് തിരിച്ചടക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ മുന്നോട്ട് പോകും തോറും അതിങ്ങനെ പലിശക്ക് പുറമെ പലിശയ്ക്കായിട്ട് വലിയൊരു എമൗണ്ട് ആയിട്ട് മാറും. പിന്നെ അതിൻ്റെ മറ്റു ഫൈനാൻസ് ചാർജുകൾ, ലേറ്റ് പേയ്മെൻറ്റ് ഫീസ്, ATM വിഡ്രോവൽ ഫീസ്, അങ്ങനെ പലതരത്തിലുള്ള ഫൈനാൻസ് ചാർജുകളുണ്ട്. ഇത്തരത്തിലുള്ള ഫൈനാൻസ് ചാർജുകളൊന്നും മനസ്സിലാക്കാതെ ക്രെഡിറ്റ് കാർഡൊക്കെ ഉപയോഗിച്ചിട്ട് അത്തരത്തിലുള്ള ചാർജൊക്കെ സർവീസ് ചാർജായിട്ട് നൽകേണ്ടി വരുന്ന കുറേയധികം ആളുകളുണ്ട്. പിന്നെ മറ്റൊരു നെഗറ്റീവാണ് ക്രെഡിറ്റ് സ്കോറിനെ ഇമ്പാക്റ്റ് ചെയ്യും. നമ്മൾ കാർഡ് എടുത്തിട്ട് നമുക്ക് ഫുള്ളായിട്ട് എമൗണ്ട് അടക്കാൻ പറ്റാതെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ക്രെഡിറ്റ് സ്കോറിനെ ഇമ്പാക്റ്റ് ചെയ്യും. അത് നമ്മുടെ സ്കോറിനെ മോശമാക്കും. അപ്പോൾ പിന്നീട് നമ്മൾ ഭാവിയിൽ ഒരു എഡ്യൂക്കേഷണൽ ലോൺ അല്ലെങ്കിൽ ഒരു ഹോം ലോണൊക്കെ എടുക്കുവാൻ ചെല്ലുമ്പോഴായിരിക്കും നമ്മളതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കുന്നത്. നമുക്ക് ലോൺ കിട്ടാത്ത അവസ്ഥ വരും, അല്ലെങ്കിൽ ഉയർന്ന പലിശ നൽകേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടതായിട്ട് വരും. പിന്നെ ഇപ്പോൾ നിലവിൽ നമുക്കറിയാം പല ഫൈനാൻസ് സ്ഥാപനങ്ങളും ജോലിക്ക് വേണ്ടി ആളുകളെ നിയമിക്കുമ്പോൾ ക്രെഡിറ്റ് സ്കോർ ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ സ്കോർ മോശമാണെങ്കിൽ, നിങ്ങളുടെ റിപ്പോർട്ടിൽ ഇത്തരത്തിലുള്ള ഡ്യൂ വന്ന ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടാത്തൊരു സ്ഥിതി വരും. അപ്പോൾ അങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസൊക്കെ ക്രെഡിറ്റ് സ്കോർ മോശമായാൽ ഉണ്ടാകും. പിന്നെ വരുന്ന മറ്റൊരു ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഓവർ സ്പെൻഡിങ് ഹാബിറ്റാണ്. ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിക്കുന്നതിലൂടെ ഓവർ സ്പെൻഡിങ് ഹാബിറ്റ് വരും. ഇപ്പോൾ നമ്മുടെ കയ്യിൽ പണമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്യാം. നമുക്ക് നമ്മുടെ കയ്യിൽ കാർഡിൽ പണമുണ്ട്. സോ സെൽഫ് കൺട്രോൾ ഇല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ കാർഡ് ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്യും. കാരണം അവരുടെ കയ്യിൽ കാർഡിൽ പണമുണ്ട്. അപ്പോൾ കാർഡ് ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്ത് അവർ ആഗ്രഹിച്ച് എന്താണോ അത് അപ്പോൾ തന്നെ നേടിയെടുക്കും. പിന്നീട് ബില്ലടക്കുന്ന ഒരു ഡേറ്റ് വരുമ്പോഴായിരിക്കും ഓടുന്നത്. പലരുടെ കയ്യിൽ നിന്നും വീണ്ടും കടം വാങ്ങി ബില്ലടക്കും. അങ്ങനെ വലിയൊരു ഡെറ്റിൽ പോയി പെടാനുള്ള ഒരു സാധ്യതയുണ്ട്. സോ സെൽഫ് കൺട്രോൾ ഇല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ ഇത്തരത്തിലെ ക്രെഡിറ്റ് കാർഡൊക്കെ പോയി എടുക്കുന്നത് ഒഴിവാക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. ഇപ്പോൾ ക്രെഡിറ്റ് കാർഡ് എടുത്തിട്ട് ഇപ്പോൾ നിലവിൽ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും മുന്നോട്ട് പോകും തോറും ഈ സെൽഫ് കൺട്രോൾ ഇല്ലാത്ത വ്യക്തികളാണെങ്കിൽ ഡെറ്റ് ട്രാപ്പിൽ പോയി പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ അങ്ങനെയുള്ളവർ കാർഡ് ഒഴിവാക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. പിന്നെ മറ്റൊരു നെഗറ്റീവ് എന്ന് പറയുന്നത് മാനസിക സമ്മർദ്ദം തന്നെയാണ്. നമ്മൾ കാർഡ് എടുത്തിട്ട് നമുക്ക് ഡ്യൂ ഡേറ്റിന് മുമ്പായിട്ട് എന്തായാലും ഉപയോഗിച്ച തുക തിരിച്ചടക്കണം. സോ സ്ഥിര വരുമാനമില്ലാത്തൊരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ജോലിയൊന്നും ഇല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ നമുക്ക് ആ ഒരു ഡേറ്റിൽ പണം ഇല്ലാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ നമ്മൾ ടെൻഷൻ അടിക്കും. പിന്നെ വേറെ ആരോടെങ്കിലും കടം വാങ്ങി ക്രെഡിറ്റ് കാർഡ് ബില്ലടക്കേണ്ട ഒരു അവസ്ഥ വരും. പിന്നെ ആ കടം വാങ്ങിയ വ്യക്തിക്ക് പൈസ തിരിച്ചു കൊടുക്കാനായിട്ട് വീണ്ടും ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്ത് അങ്ങനെ ഒരു റോളിംഗ് സ്റ്റേജിലേക്ക് പോകും. പിന്നെ മൾട്ടിപ്പിൾ ക്രെഡിറ്റ് കാർഡ് ഉള്ളവരാണെങ്കിൽ പിന്നെ ഒന്നും പറയേണ്ട ആവശ്യമില്ല. സെൽഫ് കൺട്രോളും കൂടി ഇല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട കാര്യമില്ല. ഒരു കാർഡിൽ നിന്നും സ്പെൻഡ് ചെയ്യും, മറ്റേ കാർഡിലെ പൈസ എടുത്ത് ബില്ലടക്കും. ക്യാഷ് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് കാർഡ് സ്വൈപ്പ് ചെയ്തും അങ്ങനെയുള്ള ചെറിയ കുറുക്ക് വഴികളൊക്കെ നോക്കി അങ്ങനെ കുറേയധികം എമൗണ്ട് സർവീസ് ചാർജായിട്ട് നൽകും. അങ്ങനെ ഇപ്പോൾ മൾട്ടിപ്പിൾ ക്രെഡിറ്റ് കാർഡുള്ളവരാണെങ്കിൽ ഇങ്ങനെ മുന്നോട്ട് പോകുന്നവരാണെങ്കിൽ അറിയാം അവരുടെ ഒരു മാനസിക സമ്മർദ്ദം എന്ന് പറയുന്നത് ബില്ലടക്കുന്ന ഡേറ്റ് വരുവാന്നിട്ട്. അപ്പോൾ അങ്ങനെ ഒരു നമ്മുടെ ലൈഫിൽ നമുക്ക് ആ ഒരു മനസ്സമാധാനം പോയി കിട്ടും. നമുക്കറിയാം ലൈഫിൽ ഏറ്റവും വലുതെന്ന് പറയുന്നത് മനസ്സമാധാനമാണ്. മനസ്സമാധാനം പോകുമെന്നതും ഈ ഒരു ക്രെഡിറ്റ് കാർഡിൻ്റെ ഒരു ദോഷഫലമാണ്. ഇനി ക്രെഡിറ്റ് കാർഡ് എടുക്കും മുമ്പ് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഒന്നാമതൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ പലവട്ടം ചിന്തിക്കുക, നിങ്ങൾക്ക് ആ ഒരു കാർഡിൻ്റെ ആവശ്യമുണ്ടോ എന്ന് പലവട്ടം തിങ്ക് ചെയ്തതിന് ശേഷം മാത്രം ക്രെഡിറ്റ് കാർഡുകൾ എടുക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കുറേയധികം ക്രെഡിറ്റ് കാർഡൊന്നും എടുത്ത് വെക്കാതിരിക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ള ലിമിറ്റഡ് നമ്പർ ഓഫ് കാർഡുകൾ മാത്രം ഉപയോഗിക്കുക. പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾക്ക് സെൽഫ് കൺട്രോൾ ഇല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ അനലൈസ് ചെയ്യുക. ഒട്ടും സെൽഫ് കൺട്രോൾ ഇല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ ഈ കാർഡ് എടുക്കാതിരിക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. പിന്നെ നിങ്ങൾക്ക് അത്രയ്ക്ക് അത്യാവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിച്ച് നോക്കാനായിട്ട് നിങ്ങൾക്ക് FD ഒക്കെ ഇട്ട് ഒരു ക്രെഡിറ്റ് കാർഡ് എടുക്കാം. അങ്ങനെ എടുത്തിട്ട് അത് ഉപയോഗിച്ച് നോക്കി നിങ്ങൾക്കത് പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രം മറ്റു കാർഡുകൾ എടുക്കാം. ഇപ്പോൾ FD ഇട്ട് എടുക്കുന്ന ക്രെഡിറ്റ് കാർഡുകളാണെങ്കിൽ അതിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് നമ്മൾ FD ഇടുന്ന എമൗണ്ടിൻ്റെ അത്രയൊക്കെ തന്നെ കാണത്തുള്ളൂ. സോ ചെറിയ എമൗണ്ട് ഇട്ട് FD കാർഡ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ക്രെഡിറ്റ് കാർഡ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് ഉപയോഗിച്ച് നോക്കി മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നെ ഇപ്പോൾ ക്രെഡിറ്റ് സ്കോർ ബിൽഡ് ചെയ്യാനായിട്ട് മാത്രം ക്രെഡിറ്റ് കാർഡ് എടുക്കുന്നവരാണെങ്കിൽ ഈ രീതിയിൽ FD ഇട്ട് കാർഡ് എടുത്ത് ഉപയോഗിക്കുക. അങ്ങനെ ഉപയോഗിച്ച് അവർക്ക് ക്രെഡിറ്റ് സ്കോർ ബിൽഡ് ചെയ്യാം. പിന്നെ ക്രെഡിറ്റ് കാർഡ് എടുക്കുന്ന മുമ്പ് ക്രെഡിറ്റ് കാർഡ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതുമായി ബന്ധപ്പെട്ട് വരുന്ന ചാർജുകൾ, അതിൻ്റെ ബില്ലിംഗ് സൈക്കിൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയ ശേഷം മാത്രം കാർഡുകൾ എടുക്കുക. പലരും ഇപ്പോൾ കണ്ടുവരുന്നത് കാർഡ് എടുത്തിട്ട് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് പോലും അറിയാത്ത കുറേയധികം ആളുകളുണ്ട്. പിന്നെ ബില്ലിംഗ് സൈക്കിളിൽ കൺഫ്യൂഷനുള്ള ആളുകളുണ്ട്. ഇപ്പോൾ ബിൽ ഡേറ്റിൻ്റെ തലേ ദിവസം സ്പെൻഡ് ചെയ്തിട്ട് എനിക്ക് 45 ദിവസം 50 ദിവസം എനിക്കത് അതിൻ്റെ ഗ്രേസ് പീരീഡ് ആനുകൂല്യം കിട്ടിയില്ല എന്നൊക്കെ പറയുന്നവരുണ്ട്. അവർ ബില്ലിംഗ് സൈക്കിൾ എന്താണെന്ന് പോലും അറിയാത്തവരാണ്. സോ ക്രെഡിറ്റ് കാർഡിൻ്റെ വർക്കിംഗ് മെത്തേഡിനെ കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കിയ ശേഷം മാത്രം കാർഡുകൾ എടുക്കുക. ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്ന് കരുതുന്നു. നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അതുകൊണ്ട് ഗുണമാണോ ദോഷമാണോ ഉണ്ടായിട്ടുള്ളതെന്ന് കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോട് കൂടി.